എന്റെ ദാശാനിയെ എന്റെ കുരുത്തക്കെട്ട ചെക്കണ്ടല്ലോ ഒക്കെ ഓന് കരിനാക്ക അതെങ്ങനെയാ എന്റെ ആദ്യത്തെ കെട്ടിയോന്റെ വിത്തല്ലേ അങ്ങനെയേ വരുള്ളൂ. ഓനെന്താ എന്നോട് അതാടി പിശാചെ ഞാൻ പറഞ്ഞേ ഓന് കരിനാക്കാന്ന്. എനിക്ക് ഇത് തന്നെ കിട്ടണോ നാലേക്കൊക്കെ പഠിക്കുള്ളൂ. എന്നെ കുരുക്കളെത്തുമ്പോഴാണ് എനിക്ക് ഡ്യൂട്ടിക്ക് പോവേ. അതെങ്ങനെയാ തള്ളിയും കണക്കാ മോനും കണക്കാ രണ്ടും ഇന്നെ മുടിപ്പിക്കാൻ. ആര് മെമ്പർ കുമാരനോ? ആ മെമ്പർ തന്നെ. എനിക്ക് കാര്യം പറയാനുണ്ട്. എനിക്ക് നിൽക്കാൻ നേരില്ല, പോയിട്ട് വേറെ പണിയുള്ളതാ. എനിക്ക് ആ പണിയുടെ കാര്യത്തിൽ ഞാൻ പറയാനുള്ളത്. എന്ത് പണിയാ? നിങ്ങളെ കുരുത്തം കെട്ട ചെക്കൻ്റെ ഓക്കെ. ആരൊക്കെ? നിന്റെ ചെക്കനോ ഇവളെ ചെക്കനല്ലേ? അതെ, അതൊക്കെ വീട്ടിൽ പോയി തീരുമാനിച്ചാ മതി. ഓ എനിക്കൊരു പണി തന്നു. എന്ത് പണി? ഞാൻ പഞ്ചായത്തിലേക്ക് സൈക്കിളിലേക്കൊക്കെ പോവുക. അപ്പോൾ ഓൻ പറയാ നിങ്ങളുടെ സൈക്കിൾ കൂടി ഏഴ് ഉരുണ്ട് മാറ്റി വീഴുന്നു. കാണാനേട്ടാ ഓൻ അത് പറഞ്ഞപ്പോ ഞാൻ അത്ര കാര്യമാക്കില്ല. ഓ പറഞ്ഞ് നാം വായനക്കിട്ടില്ല. ഞാൻ നമ്മളെ ഗോപാലനാരെ പീഡിയന്റെ നേരത്തെ എത്തിയത് എനിക്ക് ഓർമ്മയുള്ളൂ. അതാ കിടക്കുന്ന ഞാൻ സൈക്കിൾ കൂടി ആ കുട്ടി. എന്നാലും ഇങ്ങോട്ട് വേണ്ടിയില്ല കാണാനേട്ടാ. ഇങ്ങനെ നോക്കി അതാടി ഞാൻ പറഞ്ഞേ ഓന് കരിനാക്കാന്ന്. ഓൻ ഇവളോട് പറഞ്ഞേ ഇവളെ കാല് പൊട്ടുന്നു. കാലൊടിഞ്ഞില്ലേ? ഞാൻ ഇവളെ കുരുക്കളെത്തുണ്ടോ എന്നിട്ടാണ് എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ. ഒന്നും കാണാതെ കാണാൻ എങ്ങനെ ഒളിപ്പിക്കില്ല. എന്നാലും നിങ്ങൾ പേടിക്കണ്ടാന്ന് മെമ്പർ കുമാരനല്ലേ പറയുന്നത്. നിങ്ങളൊരു കാര്യം ഉച്ചക്ക് പീഡിയം കൂട്ടിയിട്ട് നേരെ പഞ്ചായത്തിൽ വന്നു. ഞാനേറ്റ് നിങ്ങൾ ലൈസൻസിന്റെ കാര്യമില്ല, ഞാൻ ഏറ്റ് നിങ്ങൾ വന്നോളിണ്ട്. ഓക്കെ കുഞ്ഞാലേറ്റോ സത്യം പറയാണ്. കുഞ്ഞാലേറ്റ് ഞങ്ങളെ കണ്ടില്ലല്ലോ. പണി ജോലിയോട് തിരക്കാ കുഞ്ഞാലേറ്റ്. ഞാനിപ്പോ എന്താ വേണ്ടെങ്കിൽ ഒരു കാര്യം കേൾക്കണോ? ആ കുരുത്തം കെട്ട ചെക്കൻ ചെയ്ത പണി. ഏത് ചെക്കൻ? ഓർഡറിന് പൊട്ടിച്ചേനെ. എന്തിനാപ്പോ? എല്ലായിനോ പഞ്ചായത്ത് ഓടിടാൻ പൈസ തന്നെ. ആ വകയില് കുഞ്ഞാലെടുത്ത് 500 ആനക്കും തന്നല്ലേ? അതെന്തിനാ കുഞ്ഞാലെടുത്ത് ഇങ്ങനെ അടച്ചടച്ച് ഇപ്പൊ അറിഞ്ഞിട്ട് നാട്ടുകാരെ മുന്നിൽ ഇങ്ങനെ നാട്ടിക്കുന്നത്? എനിക്ക് ഒന്നും ചെയ്തു തരണ്ട. ആ കുരുത്തം കെട്ട ചെക്കനെ ഒന്ന് പിടിച്ചു തന്നാ മതി. കുഞ്ഞാലെടുത്ത് ആ കുരുത്തം കെട്ട പാഹനെ തന്നെയാ ഞാൻ തെരഞ്ഞെടുക്കുന്നത്. നിങ്ങളിത് നോക്കിന്റെ എന്തായാലും കുമാരന്റെ കാലനെ എന്തായിരുന്നു ആ കുരുത്തം കെട്ട ചെക്കനെ കൊണ്ട് ഈ നാട്ടുകാരെ മൊത്തം പൊറുതി മുട്ടിയതാ. അയ്യേ ഈ പൊക്കലക്കൊണ്ട് ഞാൻ തോറ്റ്. ഇനി എങ്ങാനും ഓന്റെ പറമ്പിൽ കയറി അപ്പിനീട് ഓന്റെ ചുട്ടാൻ എറിഞ്ഞാ പൊട്ടിക്കും. മാറിക്കും. നിനക്കറിയില്ലേ ഞാനും എന്റെ അച്ഛനും കൂടി ആ പകലിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കപ്പത്തോട്ടം അതില് ആ കുരുത്തം കട ചക്ക വന്ന് അപ്പിട്ടിച്ചിരിക്കും. ഞാനവിടെ ഒരു മൂടി കപ്പ വാങ്ങാൻ വന്നതാ. എന്റെ കാല് നിറയെ അപ്പിയായി. അല്ല നീ വലിയ മെമ്പറല്ലേ, അനക്ക് ആ ചെക്കൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാനൊരു കാര്യം ചെയ്യാം. അടുത്ത ബോർഡ് മീറ്റിംഗിൽ ഒരു പ്രമേയം എഴുതി അങ്ങോട്ട് അവതരിപ്പിക്കാം. എന്തേ ഓന്റെ ഒരു പ്രമേയം 5 കൊല്ലം കഴിയണ തീരുമാനമായി വരാൻ. ഈ എങ്ങനെ മെമ്പർ ആയത് എനിക്കറിയാം. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഞാനേ എന്റെ അച്ഛാനെ കൊണ്ട് ഞാനൊന്ന് പോയി നോക്കണം. ഓനെന്താ ചെയ്യണേ പറ്റുമോ? അല്ല മെമ്പറാ മോനെ, മെമ്പർ വീട്ടിലേക്ക് പിരിവിന്
കോഴിക്കോട് തൂറിപ്പോയോ? നിങ്ങൾ എന്ത് വർത്താനാണ് പറയുന്നത്? വല്ലാത്തൊരു മണം, വല്ലാത്തൊരു ഞാൻ ഉണ്ടാക്കിയതാ. കാക്കരമാരുടെ തമ്പുരാട്ടിന് പച്ചക്കറി തോട്ടത്തില് പ്ലാവില് കുറുക്കനൊക്കെ ഓടിക്കുന്നത് ഞാനും ഈ നോക്കുകുത്തി കൂടിയാ. എന്താ അയ്യോ, ആ കൊള്ളാതെ തള്ള വരുന്നുണ്ടല്ലോ. എവിടെയാ പൊടിക്കുക? എന്റെ കുഞ്ഞുമാളോ എന്തേ സങ്കടം വരുമ്പോ കോരപ്പെട്ടം വരും എന്നെ സമാധാനിപ്പിക്കാൻ. നിങ്ങള് കണ്ടില്ലേ കോരപ്പെട്ട നമ്മളെ പെരേന്റെ ഓർഡറിന് പൊട്ടിച്ച് അപ്പൊക്കെ കുഞ്ഞുമാളോ എന്തേ കോരപ്പെട്ട? എന്തിനാ ചെക്കൻ എപ്പോഴും കുറ്റം പറയാൻ നിൽക്കുന്നത്? ഇല്ല കോരപ്പെട്ട, 10-30 വയസ്സായെങ്കിലും ബുദ്ധി ഉറക്കാത്ത ചെക്കനല്ലോ. പിന്നെ നിന്റെ ഓട് പൊട്ടിച്ച കാര്യം നമ്മുടെ തള്ളനോട് തത്തനോട് പറയാൻ നിൽക്കണ്ട. ഇല്ല. ആ കങ്ങാരം പോലീസ് അറിഞ്ഞാലേ ഓനെ നിരിച്ചു കൊന്നാളും. ഇല്ല കോരപ്പെട്ട, നിങ്ങൾ പറഞ്ഞ അതിലപ്പുറയ്ക്ക് ഒന്നുമില്ല. ഇവളോ എന്തേ കോരപ്പെട്ട? ഇന്നത്തെ ദിവസം ഇനി മറന്നു. ഇത് കർക്കിടമാണ്, എനിക്ക് നേർച്ച വെക്കാൻ ഇനി മറന്നോ? ഗുളികൻ തമ്പായേ, അത് ഞാൻ എങ്ങനെ മറക്കാനാ? അതിനല്ലേ ഞാൻ ഈ ചക്കയായിട്ട് പോന്നേ. ചക്കക്കുരുക്കും ചക്കക്കുരുവിന്റെ കറി എനിക്ക് വലിയ ഇഷ്ടം നമുക്ക് അറിഞ്ഞൂടെ? പിന്നെ വേറൊരു കാര്യം കൂടി, ആ കുന്നുമല ശാരദാരത്തിന്റെ അടുത്തുനിന്ന് 2 ഗ്ലാസ് നാടറാക്കും കൂടെ വാങ്ങിക്കും. നിങ്ങൾ ചാത്തിട്ടും കൂടി നിർത്തിയില്ലേ കോരപ്പെട്ട?
കാര്യം, നിങ്ങൾ ഈടുന്ന് എന്നെ വെറുപ്പിക്കുന്ന മാതിരി ആള് നോല വെറുപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ. എന്നാലും നിങ്ങളൊരു പൂതിയല്ലേ, ഞാൻ ശാരദ എടുത്ത് ഇന്റെ അടുത്ത് പോയിട്ട് വരാം. നിങ്ങളെ ഓന്തിക്ക് മുന്നേ അങ്ങ് എത്തണേ. ആ തള്ളേനടുത്ത് കഴിച്ചില്ലായി. അയ്യോ, എന്റെ തള്ളേ രണ്ടാമത്തെ കലാകാരൻ വരുന്നുണ്ടല്ലോ. എങ്ങോട്ടപ്പോ ആകെ ഒന്ന് നേരെ ഇരിക്കി, സൈക്കിള് പൊളിയുന്നുണ്ടല്ലേ? പത്തല്ലടി ഉറുപ്പ്യ 350 ഗുൽക്കൊക്കെ എണ്ണി കൊടുത്ത് മരുന്നിന് വേരി. ഞാൻ ഇതൊക്കെ എങ്ങനെയാ ഉണ്ടാക്കുന്നത് നിനക്കറിയോ? അറിയാലോ, കണ്ട കള്ളുടിയന്മാര് ഹെൽമെറ്റ് വെക്കാണ്ട് പണപ്പോ ആളുകൾ ഞെട്ടിച്ചിട്ടല്ലേ നിങ്ങൾ ഈ പൈസ ഉണ്ടാക്കുന്നത്? അതിനകത്ത് കുറച്ചും കൂടി ചെലവാവട്ടെ. അല്ല പിന്നെ അതിന് എനക്കെന്താടി നഷ്ടോ? എന്റെ ചെക്കൻ കാരണം എന്റെ പൈസ പോകുന്നത്. ഒരു കാര്യം ഓർത്തോ, എന്റെ ആ 10 സെന്റ് സ്ഥലവും പോരി എന്റെ പേരിൽ എഴുതാനാണിട്ടാ മുടക്കാച്ചേർക്കായി എന്നെ ഞാൻ കിട്ടിയെന്ന് ഓർമ്മയാണോ? അതെ പിന്നെ പൂതിയില്ലേ, അതിന് വെച്ച വെള്ളം ഒന്ന് മറിച്ചാൾ കാണാനട്ടാ. അതെ, ആ ചെക്കുള്ളിടത്തോളം കാലം ആ പൊരേ സ്ഥലങ്ങൾ കിട്ടൂല. അതെ, ആ ചെക്കനുള്ളതാ. അതിന് ആ ചെക്കൻ ജീവിച്ചിരുത്തിട്ടെങ്കിൽ കാണാനേട്ടാ, കാണാനേട്ടാ, ഇങ്ങനെ ഇത് എവിടെ പോയി കിടക്കുന്നു? അങ്ങനെ ഈ തനി ഞാൻ നടക്കാത്ത സ്ഥലമില്ല. അല്ല കുമാര, ഇങ്ങനെ 24 മണിക്കൂർ എന്റെ വയ്യേക്ക് ഇങ്ങനെ നടക്കുന്നേ. എന്ത് പഞ്ചായത്ത് മെമ്പറാ? പഞ്ചായത്തിൽ ഒരു പണിയില്ലേ? ഇയാളെ വർത്താനം കേട്ടാ തോന്നുന്നു ഇയാൾക്ക് ഞാൻ ഇയാള് കടവാങ്ങിയത്. തമ്മിൽ ഇടപാട് ചെയ്യുന്നു. എന്ത് ഇടപാട് കുമാര? നിങ്ങൾ അതിന്റെ എങ്ങനെ ഇരിക്കുന്നു? എനിക്ക് എന്റെ പേരന്റെ പണി നടക്കുക. ഇതൊന്ന് മെല്ലെ പറയും. എന്തെന്നല്ല പറയാൻ. നിങ്ങൾ ഇരിക്ക്. എത്ര കാലം ഇത് എന്തുമെല്ലാം പറയാൻ നിങ്ങൾ പറയുന്നത്? ഓള് കേട്ടാ എനിക്ക് തരൂല. എനക്കെടുത്ത് അങ്ങനെ ഞാൻ ഈ എന്തിട്ടാടി ഇരിക്കുന്നേ? ഈ വിചാരിച്ചോ നല്ലത് അധികം കഴിക്കാൻ തന്നെ മറ്റേ കാലം ഞാൻ കൊടുക്കും. ഇതുകൊണ്ടിപ്പോ ഞാൻ എന്താക്കാനാ? പൂനൂര് പുഴയിലെ പൂടി വാര് ചെക്കന്മാരെ കഴിച്ചിലാക്കിയ വകയിൽ കിട്ടിയ പൈസ 3/4 കണാരം കൊണ്ടുപോയി മുക്കി. ഒരു പഞ്ചായത്ത് മെമ്പർ ഗതികേട്. കാണാൻ പാടില്ലാത്തതാണല്ലോ ഈ പൊക്കെ കാണുന്നത്. മെമ്പറും എന്റെ രണ്ടാമത്തെ കണാരനും കൂടെ എന്താ ഒരു ഇടപാട്. ആ തള്ള പിന്നെ വരുന്നുണ്ടല്ലോ. ഈ ശാരദത്തിന്റെ നാടൻ പാട്ടിനൊക്കെ എന്തോ ഒരു വില. വെറുതെ അല്ലട്ടോ ഒരു കക്കൂസടക്കം വാർപ്പാക്കിയേ. ഇത്രയും വിലയുള്ള ഒരു സാധനെ ഞാനൊന്ന് കുടിച്ചോട്ടെ. ആളുകൾ എന്തിനാ ഇതിന് വേണ്ടി മരിക്കുന്നതെന്നൊന്നും അറിയണല്ലോ.
മുറിയടി നോക്കിക്കോ. ഇവന്റെ ഒരു പൊട്ടി പ്രതി. ഒന്ന് പോടാ. കൈ മുറി അത് ഉറപ്പാ. മോനെ പൊക്ക. ഈ പറഞ്ഞ മാതിരി തന്നെയായടാ. ചക്കയിലൊരു ചൊളയില്ല. നിന്റെ കൈ മുറിഞ്ഞടാ. മോനെ പൊക്ക. ഈ ദൈവടാ. ഈ ദൈവ പൊക്ക. ആ, കുമാരാ, ഇത് നടക്ക്. എന്നെ വിചാരിച്ചേ നമ്മളെ പൊക്കനെ ഇവിടെ വിചാരിച്ച മാതിരി അല്ല കുമാരാ. അതെ. ഓൻ എന്തോരം കഴിവുണ്ട്. എന്തോരം കഴിവുണ്ട്. അതെന്താണ് ഇപ്പൊ ഓന് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ? ഞാൻ നേരത്തെ ആ. ഇല പോകുമ്പോ ഓൻ എന്നോട് പറയാ, ഇത് തള്ളേ നമ്മള് കൊലയിലെത്തി ചക്ക മുറിക്കുമ്പോ കിട്ടോ? അതിലൊരൊറ്റ ചൊള ഉണ്ടാകലാന്ന്. ഇത് കണ്ടോ കുമാരാ? അതുപോലെ തന്നെ വിചാരിച്ചേ ഇതിലൊരു ഒറ്റ ചുമയില്ലല്ലോ. പോരാത്തനോ പറയാ, നിങ്ങള് ചക്ക മുറിക്കുമ്പോ നിങ്ങളെ കയ്യും മുറിയുന്നു. ഇത് കണ്ടോ കുമാരാ? ഓ കഴിച്ചു മുറിഞ്ഞല്ലോ. നമ്മളെ പൊക്കല്ലേ, പൊക്കൻ എത്ര നിസ്സാരക്കാരനാണോ? എടാ ഞാൻ നാളെ പോകും, പഞ്ചായത്തിലേക്ക് പോകുമ്പോ സൈക്കിളിൽ വീഴും നോക്കാൻ പറഞ്ഞില്ലേ? എന്നിട്ട് ഞാൻ വീണില്ലേ? ഒരാഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നില്ലേ? ഇപ്പൊ കുഞ്ഞാളെ എത്തി ചക്കയായിട്ട് പോകുമ്പോ പറഞ്ഞ് ആ ചക്ക മുറിക്കുമ്പോ ഒരു ചുള ഉണ്ടാവൂലെന്ന് ഓൻ പറഞ്ഞോണ്ടെങ്കില് അതിന്റെ അത്ര ഒറ്റ ചുളയില്ല. മാത്രല്ല ഇങ്ങനെ ചക്ക മുറിക്കുമ്പോ ഇങ്ങനെ കൈ മുറിയുന്നത് കുഞ്ഞാളത്തിന്റെ കൈ മുറിഞ്ഞിട്ട് എന്ത് ചോര വെച്ചത്? ഇത് നല്ലതാണെന്ന് പറഞ്ഞോ? ആ ഞാൻ പറയാം. വിചാരിക്കേ ഞാനിത് നാട്ടുകാരെ ഒറ്റൊന്ന് പറഞ്ഞത് ഇതെനിക്ക് ഉറക്കാൻ കിട്ടൂലെന്ന്. കുഞ്ഞാലത്തിന്റെ കയ്യിൽ നല്ലോണം ചോര വരുന്നുണ്ടല്ലോ. വലിയ മുറിയാണ്. ഈശോയേ. ഇവിടെ പൊക്കനെ കരിനാക്കല്ല, പൊന്നാക്ക. അതെ അതെ പൊന്നാക്ക പൊന്നാക്ക്. മോനെ പൊക്ക. ഷൈനി കേൾക്കാമോ? കേൾക്കാമോ ഷൈനി? കേൾക്കാം രാജേഷ്, കേൾക്കാം, പറഞ്ഞോളൂ. വെലിങ്ങോട്ടുകര പഞ്ചായത്തിലെ അത്ഭുത സിദ്ധിയുള്ള ഒരു യുവാവിനെ കുറിച്ചാണല്ലോ നമ്മളിന്ന് മാധ്യമങ്ങളും ചാനലുകളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവിടെ നടക്കുന്നത്? ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാമോ ഷൈനി? തീർച്ചയായും. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിങ്ങോട്ടുകര പഞ്ചായത്തിലെ 18-ാം വാർഡിലാണ്. ഇവിടെ 30 വയസ്സുള്ള ഒരു യുവാവ് പറയുന്നതെല്ലാം സത്യമാകുന്നു രാജേഷ്. എങ്ങനെയാണ് ഇയാൾക്ക് ഈ സിദ്ധി കൈവന്നിരിക്കുന്നത്? ആരാണ് ഇത് ആദ്യമായി കണ്ടെത്തുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും രാജേഷ്. പെരിങ്ങോട്ടുകര പഞ്ചായത്തിലെ ഒരു കർഷക കുടുംബത്തിലാണ് പൊക്കൻ ജനിച്ചതും വളർന്നതും. പൊക്കൻ പറയുന്നതെല്ലാം സത്യമായിരിക്കുകയാണ്. പൊക്കന് 30 വയസ്സാണ് പ്രായമെങ്കിലും കുട്ടികളോടൊത്ത് കളിക്കുകയും സഹവസിക്കുകയും ചെയ്യുന്നു. പൊക്കന്റെ ചെയ്തികൾ, വികൃതികൾ നാട്ടുകാർക്ക് ശല്യമായതോടുകൂടി അവരവനെ ഉപദ്രവിക്കാൻ തുടങ്ങി. അതിനവൻ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുന്ന സമയത്ത് ചില പ്രാക്കുകൾ ഇത്തരത്തിൽ
ആളുകൾ കൂട്ടം കൂട്ടമായി വരികയാണോ അതോ എല്ലാവരും പിരിഞ്ഞു പോയോ? ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം. രാജേഷ്, ഞങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ്. മാത്രമല്ല ആളുകൾ വളരെ തിക്കും തിരക്കോടും കൂടി വന്നു ചേരുകയാണ്. ആളുകൾ ഇവിടെ നിന്ന് കൂട്ടപ്രാർത്ഥന നടത്തുകയും അതോടൊപ്പം തന്നെ പുഷ്പാർച്ചന നടത്തുകയുമാണ്. രാജേഷ്, വിവരങ്ങൾ നൽകിയതിന് വളരെയധികം നന്ദി ഷൈനി. കൂടുതൽ വിവരങ്ങൾക്ക് ഞാൻ വീണ്ടും വിളിക്കാം. ഓക്കെ രാജേഷ്, നന്ദി. സംഭവ സ്ഥലത്ത് നിന്നും ക്യാമറമാൻ അഖിലൊപ്പം ഷൈനി. ഇവർക്കൊക്കെ ഇപ്പൊ എന്താ പറ്റിയത്? എനിക്ക് ദേഷ്യം വന്നപ്പോ ഞാൻ വായ തോന്നിയത് എന്തൊക്കെയോ പറഞ്ഞതാ. കഷ്ടം. ഒരു വിചാരിച്ചേ ഞാൻ പറയുന്നതൊക്കെ സത്യാവുന്ന, ഞാനെന്തോ വലിയ സംഭവമാവുന്ന. ഈ മനുഷ്യന്മാരൊക്കെ ഒരു കാര്യം. അയ്യേ, ഈ പഞ്ചായത്ത് ചോട്ടില്ല ഉണങ്ങിയ പ്രേമം ഒരിക്കുന്ന കല്യാണം കഴിച്ചൂടെ? എവിടെയായിരുന്നു സുമേഷ് ചേട്ടാ? എത്ര നേരം ഈ വെള്ളമില്ലാത്ത പൈപ്പിനെ ചോട്ടി ഞാൻ ഇങ്ങനെ വട്ടം കറങ്ങുന്നേ? ആളുകളുടെ ഒരു നോട്ടവും ചോദ്യവും മനുഷ്യർ തോലി ഉരിഞ്ഞു പോവാ. അല്ലെങ്കിൽ ഈ സുമേഷ് ചേട്ടനോട് പണ്ടത്തെ പോലെ ഒരു സ്നേഹമില്ല. സുമേഷ് ചേട്ടാ, സുലോ, ഈ അത് മാത്രം പറയരുത്. ഈ 2-2.5 കിലോമീറ്റർ ഈ ഏഴി തൂക്കി നടന്നു വന്നതേ ഞാൻ എന്റെ സുലുവിനെ കാണാനല്ലേ. ആ നാരായണ ടീച്ചർ വീടിന്റെ മുമ്പുള്ള ആ തോടങ്ങൾ കഴിഞ്ഞാൽ എനിക്ക് എന്റെ വീട് എത്തിയില്ല സുലുക. ഞാൻ വെറുതെ പറഞ്ഞതാ സുമേഷ് ചേട്ടാ. അറിയാലോ. സുമേഷ് ചേട്ടനെ ദേഷ്യം പിടിക്കുമ്പോ കാണാൻ നല്ല രസാ. പിന്നെ ആ, സുമേഷ് ചേട്ടനെ ആ. വേർപ്പിനെ നല്ല തെങ്ങിനെ കാണാൻ എനിക്ക് എന്തൊരു ഇഷ്ടാന്നറിയോ? നേരാണോ സുലു അത്? എന്നാ പിന്നെ സോപ്പോ പൗഡറോ സ്പ്രേ ഒന്നും വേണ്ടല്ലോ നമുക്ക്. ദാ. അത് പോയോ? പഠിച്ചോനെ, എനിക്ക് നാക്ക് ചൊറിഞ്ഞിട്ട് വയ്യ. ഇതിപ്പോ ഞാൻ ആരോടൊക്കെ ഒന്ന് പറയാ, ഒരാളായിട്ട് കാണുന്നില്ല. ഇത് ആരോടെ പറയാൻ എനിക്ക് നാക്ക് ചൊറിഞ്ഞിട്ട് വയ്യ. എങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടാലും ഈ നഷ്ട തള്ളേന്റെ മുന്നിൽ തന്നെ ചെന്ന് പെടും. നാരകം. ദാക്ഷാണിയോ? നീ ഒന്ന് ഇങ്ങോട്ട് വാ ദാക്ഷാണിയെ. എന്തായാലും കുഞ്ഞാലെടുത്തിയേ, നീ ഒന്ന് ഇങ്ങോട്ട് വാ. എനിക്ക് നേരല്ല കുഞ്ഞാലെടുത്തിയേ. ഞാൻ അരി അടുപ്പത്തിട്ട് പീടികയിലേക്ക് ഇറങ്ങിയതാ. എന്റെ കാലൊക്കെ മാറിയോ? അതൊക്കെ മാറി കുഞ്ഞാലെടുത്തിയെ. നിങ്ങൾ എന്തിനാ വിളിച്ചെന്നെ? ഈ കാര്യം അറിയോ? എന്തേനു? നമ്മളെ കാഞ്ചനമാല തമ്പ്രാട്ടിന്റെ 10 പവന്റെ മാല കള്ളം കൊണ്ടുപോയി ദാക്ഷാണി. ആ 10 പവന്റെ വാങ്ങാൻ മതിയോ? ഇന്നലെ കൂടെ ഞാൻ ആ തമ്പുരാട്ടിന്റെ കഴുത്തില് കണ്ട നേരല്ലോ കുഞ്ഞാലെടുത്തിയെ. അത് ഇട്ടിട്ട് തമ്പുരാട്ടീനെ ഇങ്ങനെ കാണുമ്പോ എന്തൊരു ഐശ്വര്യ അല്ലേ കുഞ്ഞാലെടുത്തിയെ? അല്ലാന്നേ, അതിപ്പോ എങ്ങനെയാ പോയത്? എങ്ങനെയാ പോയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. തമ്പ്രാട്ടിന്റെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസ് നായകൻ പോലും എന്നിട്ട് കണാരാട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. കാണാൻ എന്നോടൊന്നും പറയല. ഈ ഒന്ന് ഇങ്ങോട്ട് വാ. എനിക്ക് നേരല്ലാന്നേ. ഇങ്ങോട്ട് വാ. എന്താണ്? ഇനി ഇതിങ്ങി പോയി ആരോടും പറയാൻ നിക്കണ്ട. ഞാനിപ്പോ അത് ആരോട് പറയാനാന്നേ? അയ്യോ, ഇന്റെ ചോറ് പറഞ്ഞിട്ട് കഞ്ഞിയായിണ്ടാവും. ഇന്നേ കണാരാട്ടം വന്നാൽ ഇന്ന് എന്തായാലും എനിക്ക് അടിയാ. ഓപ്പ ഞാൻ പോവാണ് കേട്ടോ. പഠിച്ചോനെ, എനിക്കിപ്പോ ഞാൻ ആരോട് പറയാനാ? എനിക്ക് പറയാനിട്ട് നോക്കും ചൊറിഞ്ഞിട്ട് വയ്യ.
പോയി വരട്ടെ. കൈസറേ, ഇന്റെ മണം പിടിക്കാതെ കള്ളന്റെ മണം പിടിക്കുക കൈസറേ. കൈസറേ, കള്ളന്റെ മണപ്പിടി. കള്ളന്റെ മണപ്പിടി കൈസറേ. ആരാടി? കണാരം പോലീസോ? ആ പോലീസുകാരുണ്ടല്ലോ. കണാര, നായന തുളച്ചുകാരെ ഇരുന്നൊന്ന് മാറ്റി നിർത്തുക. നായ അവിടെ മൂത്തുറക്കും. ആ തമ്പുരാട്ടി ഉദാമുറിയില്ല. ഞാൻ വിളിക്കാം. തമ്പുരാട്ടിയേ, തമ്പുരാട്ടിയേ, ആ കണാരം പോലീസും പോലീസുകാരും വന്നിട്ടുണ്ട്. മതി മാലാട്ടിയത്. കാഞ്ചനമാല തമ്പുരാട്ടിയുടെ 10 പവന്റെ മാല കട്ട കളറി പിടിക്കാൻ കണാരം പോലീസിനാവോ? കാഞ്ചനമാല തമ്പുരാട്ടിന്റെ 10 പവന്റെ മാല മോഷ്ടിച്ച കള്ളനെ ഈ കണാര പോലീസ് പിടിക്കൂ. തമ്പുരാട്ടിന്റെ ഉപ്പുംചോറ് നിന്ന് വളർന്നതല്ലേ? ഉപ്പുംചോറ് മാത്രമല്ല, എച്ചിലും. അസംഭവ്യം, അസംഭവ്യം. ഇത്രയും നീചമായ പ്രവൃത്തി ഈ പെരിങ്ങോട്ടുകര പഞ്ചായത്തിൽ സംഭവിച്ചു. അതും കുമാര മെമ്പറായിട്ടുള്ള ഈ വാർഡിൽ. മതി അധിക പ്രസംഗം. മെമ്പർ അങ്ങോട്ട് മാറി നിൽക്കുക. നിങ്ങളെ കൊണ്ടൊന്നും ഒരു വകയ്ക്കും കൊള്ളില്ല. ദിവസം 10 കഴിഞ്ഞില്ലേ എന്റെ മാല പോയിട്ട്? എന്നിട്ടിപ്പ എന്തായി? ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. എവിടെ പൊക്കൻ? പൊക്കൻ തന്നെ. പോലീസിന് ചെയ്യാൻ കഴിയാത്തത് പൊക്കന് കഴിയും. അവന് ജ്ഞാനദൃഷ്ടിയുള്ള കാര്യം നിങ്ങൾക്കറിയില്ലേ? അവൻ പറയുന്ന കാര്യങ്ങൾ സത്യമാവുമെന്നുള്ളത് നാട്ടിൽ പാട്ടല്ലേ? കാഞ്ചനമാല തമ്പുരാട്ടിയുടെ മാലകട്ട കള്ളൻ ആരെന്ന് പൊക്കൻ പ്രവചിക്കട്ടെ. പൊക്കനെ വിളിക്കൂ. അതെ, പൊക്കന് ഒരു 2 ദിവസങ്ങൾ കുടിക്കും. ഇത് ജ്ഞാനദൃഷ്ടി തെളിഞ്ഞു വരേണ്ട കാഞ്ഞില്ലതൊക്കെ 2 ദിവസം കഴിഞ്ഞാ പൊക്കൻ ഇതൊക്കെ പറയും. പറയുന്ന ആയിക്കോളൂ. 2 or 4 ദിവസം എടുത്തോളൂ. കാഞ്ചനമാല തമ്പുരാട്ടിയുടെ മാല കട്ടതാരെന്ന് പൊക്കൻ പ്രവചിച്ചാൽ മതി. പൊക്കന്റെ പ്രവചനം ശരിയാകുമെന്നാണ് എന്റെ വിശ്വാസം. അതെ, അത് തന്നെയാ എന്റെ വിശ്വാസം. നീ പ്രവചിക്കണം, നീ തന്നെ പ്രവചിക്കണം. കാഞ്ചനമാല തമ്പുരാട്ടിന്റെ മാലകട്ട കള്ളനെ ഞാനെങ്ങനെ കണ്ടുപിടിക്കാനോ?
കാഞ്ചനമാല തമ്പുരാട്ടിന്റെ 10 പവന്റെ മാല കട്ടതാരാന്ന് ദയവ് ചെയ്ത് പറയരുത് മോനെ. അത് പറഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഒരു ദുർബല നിമിഷത്തിന് അങ്ങനെ സംഭവിച്ചു പോയാ മോനെ. കാഞ്ചനമാല തമ്പുരാട്ടിയെ അമ്പലക്കമ്പറ്റിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ അവിടെ ചെന്നപ്പോ തമ്പുരാട്ടി കുളിമുറിയില്ല. മുന്നിലെ വാതിലാണെങ്കിലും അലാർക്ക തുറന്നിട്ടില്ല. മേശപ്പുറത്തോ 10 പവന്റെ മാല ഇങ്ങനെ കിടക്കുക. അറിയാതെ എന്റെ കള്ള സ്വഭാവം പുറത്ത് വന്നു പോയി പോലെ ഞാനതങ്ങ് എടുത്ത് ഇനി ഇതാരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്റെ മാനം പോവും. മാത്രമല്ല എന്റെ പഞ്ചായത്തിന്റെ പാലന്മാരെ പോകും മോനെ. കരയില് കുമാരേട്ടാ, എനിക്ക് കരച്ചിൽ വരും കേട്ടോ. നമുക്കൊരു വഴി ഉണ്ടാക്കാതെ ഒരു വഴി ഉണ്ടാക്കാം. എന്ത് വഴിയണോ? എന്ത് വഴി? അതിന്റെ ചോട്ടി കൊണ്ടിട്ടേക്ക്. എന്നിട്ട് നാളെ ഞാൻ പ്രവചിച്ചോളാം മാല കുൾമുറിയുടെ പുറകിലുണ്ടെന്ന്. എന്നിട്ടോ എന്റെ പ്രവചനം ശരിയാകുകയും ചെയ്യും, നിങ്ങൾ കഴിച്ചിലാകുകയും ചെയ്യും. ഏത് മണ്ടനാടാ പൊട്ടനാടാ പറഞ്ഞ ഈ മൊഴന്താ പൊന്നു മോനടാ. പറഞ്ഞു കൊടുക്കടാ. തമ്പുരാട്ടിന്റെ വീടിന്റെ ഉള്ളിൽ കാണാൻ എന്ത് രസം. നല്ല മണമുണ്ടല്ലോ. അത് പ്രവചിച്ചോളാം. പ്രവചനം വരുന്നുണ്ട്, പ്രവചനം വരുന്നുണ്ട്. തമ്പുരാട്ടിന്റെ കുളിമുറിന്റെ പുറകില് ഒരു കർമ്മസമരം ഉണ്ടോ? ഉണ്ട്. അതിന്റെ ചോട്ടിലുണ്ട് തമ്പുരാട്ടിന്റെ 10 പവന്റെ മാല. കുഞ്ഞിമാണോ പോയി നോക്കൂ.
അങ്ങനെയാണെങ്കിൽ പൊക്ക എന്നെ ഞാനൊരു നടത്തി വിടൂലടാ, ഒരു നടത്തി വിടൂല. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ എടുത്തിട്ടില്ല. കിണ്ടി കെട്ടതും കിണ്ണം കെട്ടതും നീയല്ലേ? കട്ടയുടെ പാതി അങ്ങോട്ട് തരിയും ചെയ്തില്ലേ? അങ്ങനെയെങ്കിൽ തമ്പുരാട്ടിന്റെ മാല എവിടെടാ? എവിടെടാ മാല? ഞാൻ എടുത്തിട്ടില്ല, ഞാനത് അവിടെ കൊണ്ടിട്ടതാ. ഇങ്ങനെ ചെക്ക് എടുത്തോന്ന് എനിക്ക് അറിയില്ല കളാരട്ടാ. എനിക്ക് ആ ചക്കനെ കിട്ടണം കളാരട്ടാ, ആ ചക്കനെ കിട്ടണം. എനിക്ക് അവനെ തന്നെ കിട്ടണ്ടേ? അവന്റെ 10 സെന്റ് സ്ഥലവും പുരയിടവും എന്റെ പേരിൽ എഴുതണം. അതെ, ഓൻ ഇന്ന് ആട്ടിന് പായിപ്പിക്കണാട്ടെ. എങ്കിൽ അവനെ പിടിക്കണം. പിടിക്കണോ? അയ്യോ, എനിക്കൊന്നും അറിയില്ല, ഞാൻ എടുത്തിട്ടില്ല, മാല ഞാൻ എടുത്തിട്ടില്ല, എനിക്കൊന്നും അറിയില്ല. വരട്ടെ, ഞാൻ എടുത്തിട്ടില്ല. ഞാൻ അവിടെ കൊണ്ടിട്ട് അതെവിടെ പോയടാ? അറിയാൻ നടക്കൂല. എന്നെ ഞാൻ കൊണ്ടിടാ. ഏതാണ് അതിന്റെ ചർച്ച? എന്താ കുമാര ഈ കാട്ടി? ചെക്കൻ ചത്തുപോയില്ലേ? ഓരോ വിവരക്കേട്. ചെക്കൻ ചത്തില്ലേ? ചാക്കെടുക്കേ. അങ്ങോട്ട് മാറണില്ല തമ്പുരാട്ടി. എല്ലായിടത്തും പുകയ്ക്ക. എല്ലാത്തിനും പൊട്ടു. എന്താ ഇത് കുഞ്ഞുമാളു? കൊണ്ടുപോയി കളയാ. തമ്പുരാട്ടി പറഞ്ഞേ കേട്ടില്ലേ? കൊണ്ടുപോയി കളയാ. ഞാൻ കളയാൻ തമ്പുരാട്ടി? ഞാൻ കൊന്നാലും ഞാൻ കളയൂല. ഉദ്ഘാടനം പറയുന്നോ? നിന്റെ തൊള്ളയിലേക്കൊന്ന് നോക്ക് തമ്പുരാട്ടിയെ. ഇത് ഇത് എന്റെ ഇത് എന്റെ തമ്പുരാട്ടിക്ക് അങ്ങോട്ട് വിശ്വാസം വരണ്ടില്ലല്ലേ? ഇത് തമ്പുരാട്ടിയുടെ 10 പവന്റെ കാണാതെ പോയ ആ മാങ്ങാമാലയാ. ചത്തുപോയ അവളേന്റെ തൊള്ളി. ഇപ്പൊ എന്തായി തമ്പുരാട്ടിയെ? ഞാൻ പറഞ്ഞില്ലേ പൊക്കന്റെ നാക്ക് പഴക്കില്ല, അത് പൊന്നാക്കാന്നേ. പൊക്കം പറഞ്ഞില്ലേ മാല കുളിമുറിന്റെ പിന്നിലിട്ടിന് അത് തവള വിഴുങ്ങിയത് ഓന്റെ കുഴപ്പാന്നോ? അത് ചത്ത് ചീഞ്ഞ് നാറി ദുർഗന്ധം വന്നത് ഓന്റെ കുഴപ്പാന്നോ? തമ്പുരാട്ടി പറഞ്ഞിട്ടല്ലേ നമ്മളെ പൊക്കൻ നാട് വിട്ടു പോയത്? പാവം പൊക്കൻ ഇപ്പൊ എവിടെയാണാവോ? കുഞ്ഞിമാളു, പൊക്കനിപ്പ എവിടെയാ? അറിയില്ല തമ്പുരാട്ടി. എനിക്ക് പൊക്കനെ ഇപ്പൊ കാണണം.
പറഞ്ഞിട്ടല്ലേ എന്റെ മോൻ പോനിക്ക് എന്റെ മോൻ പൊക്കനെ കാണണം തമ്പുരാട്ടി. എന്റെ മോൻ എവിടെ പോന്ന തമ്പുരാട്ടി? തമ്പുരാട്ടി പറഞ്ഞിട്ടല്ലേ ഇവിടെ പൊക്ക നാട് വിട്ടു പോയത്. ഇനി എന്ത് ചെയ്യും തമ്പുരാട്ടി? തമ്പുരാട്ടി നമ്മളെ പൊക്കെ നീ തിരിച്ചു വരില്ല തമ്പുരാട്ടി. അയ്യോ എന്റെ മോനെ, ഇതേ തമ്പുരാട്ടി. എന്റെ മോനെ. കുമാരാ, എത്ര പെട്ടെന്നാ നമ്മൾ പറയുന്നത് ഈ കഴുതകൾ വിശ്വസിക്കുന്നത്. ഇവരെ എന്ത് വിളിക്കണം? നമുക്ക് ഇനിയും കഥകൾ മെനയാം. എങ്കിൽ മെമ്പർ തന്നെ പറഞ്ഞോളൂ നുണക്കഥ. തമ്പുരാട്ടി ഞാനെല്ലാം പറയാം. അതെ, പ്രവചനം പഴിച്ച സങ്കടത്തിൽ ഒക്കെ ഇന്നലെ രാത്രി നിങ്ങളെല്ലാം കൂടെ അവൻ കുറ്റപ്പെടുത്തുന്ന ഭയത്തിൽ അവന് ഈ പാടവരമ്പിലൂടെ ഓടിപ്പോയി തമ്പുരാട്ടി. എന്നിട്ട് ഓടുന്ന ഓട്ടത്തിൽ അവന് ചിറക് മുളച്ചു തമ്പുരാട്ടി. തുമ്പിയുടെ ചിറകുകൾ തമ്പുരാട്ടി. ആ തുമ്പിയുടെ ചിറകുമായി അവൻ ആകാശത്തിലേക്ക് പറന്നു 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 പോയി തമ്പുരാട്ടി. പറന്ന് പോയി തമ്പുരാട്ടി. ഇത് സത്യ തമ്പുരാട്ടി. അതെ തമ്പുരാട്ടി, ഞാൻ കണ്ട സ്വപ്നം നമ്മൾ കണ്ട സ്വപ്നം.